ഹരേ കൃഷ്ണ. ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ രസകരമായ ഒരു ചരിത്രത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ജയന്തിയുടെ ചരിത്രമല്ല, ഇന്ന് കേരളം ആഘോഷിക്കുന്ന, കേരളത്തിലെ ഗ്രാമങ്ങളെയും നഗരങ്ങളെയും അമ്പാടിയാക്കി മാറ്റുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷ പരിപാടികളുടെ ചരിത്രം. ഈ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ പിന്നിൽ കുട്ടികളുടെ സാംസ്കാരിക പ്രസ്ഥാനമായ ബാലഗോകുലമാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ബാലഗോകുലത്തിന്റെ ആവിർഭാവം വളരെ കൗതുകകരമായ രീതിയിലാണ്. സാംസ്കാരിക പ്രസിദ്ധീകരണമായിട്ടുള്ള കേസരി വാരികയിലെ ഒരു പങ്ക്തി, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു പങ്ക്തിയാണ് ബാലഗോകുലം എന്ന പേരിൽ ആരംഭിക്കുന്നത്. പിൽക്കാലത്ത് ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടറായ മാന്യ പി പരമേശ്വർജി പത്രാധിപരായിരിക്കുമ്പോൾ ബാലഗോകുലം എന്ന പേരിൽ ഒരു പങ്ക്തി ആരംഭിക്കുന്നു, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു കോളം. ഈ ബാലഗോകുലത്തിലേക്ക് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ കുട്ടികളുടെ കത്തുകളും രചനകളും ഒക്കെ വന്നു തുടങ്ങിയപ്പോൾ ഓരോ ലൊക്കാലിറ്റികളിലും കുട്ടികളുടെ കൂട്ടായ്മകൾ രൂപീകരിക്കുക എന്ന ഒരാശയം ഉണ്ടാവുകയും ആ ആശയത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് പിന്നീട് കേസരി പത്രാധിപരായി വന്ന എം.എ. കൃഷ്ണൻ സാർ ബാലഗോകുലം എന്ന സംഘടനയ്ക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഒരു കോളം ആണ് ഇന്ന് കേരളത്തെ മുഴുവൻ ചലനാത്മകമാക്കുന്ന ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളുടെ സംഘാടനം നിർവഹിക്കുന്ന ഒരു സംഘടനയായി പരിണമിച്ചത് എന്ന കൗതുകകരമായ കാര്യമാണ് ഇന്ന് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഹരേ കൃഷ്ണ.